വണ്ടി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എൻ്റെ പേര് വിനോദ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ സ്വദേശിയാണ്. ടാറ്റ സഫാരിയാണ് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി. 7 സീറ്റർ വണ്ടിയാണ്. ഈ വണ്ടി ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കോലം നിങ്ങളൊന്ന് കാണുക. കംപ്ലീറ്റ് കച്ചറയായി കിടക്കുകയാണ് വണ്ടി. ഫുള്ള് കച്ചറയാണ്. അതായത് 5 വർഷമായി ഞാൻ ഉപയോഗിക്കുന്നു. ഇതേപോലെ ഡീറ്റെയിലിംഗ് ആയിട്ടൊരു ക്ലീനിങ്ങിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇതിൻ്റെ ഉള്ളിലെ കച്ചറ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. പുറം മാത്രമല്ല, ഇതിൻ്റെ ഉൾവശം ഞാൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉൾവശം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാനൊരു രീതിയിലേക്ക് ചിന്തിക്കാനുള്ള കാരണം വേറൊന്നുമല്ല. കുറച്ച് നാളായിട്ട് വണ്ടിക്കകത്ത് കയറി യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ച് ദൂരം ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ജലദോഷം, തുമ്മൽ, ഇതുമാതിരിയുള്ള അലർജി പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ പറ്റിയിട്ട് ഞാൻ പഠിച്ചത്, എന്താ സംഭവം എന്നുള്ള കാര്യം. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് വണ്ടിക്കകത്ത് നല്ല രീതിയിൽ പൊടി നിറഞ്ഞ് കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ചില ആളുകൾ പറയുന്നത് നമ്മൾ ഗ്ലാസ് ഇട്ട് ഓടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വണ്ടിക്കകത്ത് പൊടി കയറുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഗ്ലാസ് താത്തിയിട്ട് ഓടിക്കുന്ന ആളല്ല. എപ്പോഴും പൊന്തിച്ചിട്ട് ഗ്ലാസ് പൊക്കിയിട്ട് തന്നെയാണ് ഓടിക്കുന്നത്. പക്ഷേ നമ്മൾ നിലത്തും തന്നെ ചവിട്ടി കയറുന്ന പൊടികൾ, നമ്മൾ ഷൂവിലും ചെരുപ്പിലെല്ലാം പറ്റി പിടിക്കുന്ന പൊടികൾ, അങ്ങനെയുള്ള പല ഇതും കൊണ്ടെല്ലാം എന്ത് വരാം, വണ്ടിക്കകത്തേക്ക് നമുക്ക് പൊടി കയറാനുള്ള സാധ്യതയുണ്ട്. അത് ഈ 5 വർഷം കൊണ്ട് നല്ല രീതിയിൽ തന്നെ വണ്ടിക്കകത്ത് കച്ചറ കയറിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം സാധനങ്ങളിലും നമ്മൾ എന്തെങ്കിലും എടുക്കുന്ന സമയത്തെല്ലാം അതിൻ്റെ എല്ലാം പൊടികളിലും ഈ വണ്ടി തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. ഇത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, വണ്ടി ജർക്കാക്കുന്ന സമയത്ത്, ഇതിൽ AC വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പൊടി തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വലിച്ചു കയറ്റും. അതുമാത്രം ഇത് വളരെ കച്ചറ ആയിട്ടുള്ളൊരു പൊടിയും കൂടിയാണല്ലോ. അപ്പോൾ ഇതറിയാതെയായിരുന്നു ഇത്രയോളം ഞാൻ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 5 വർഷത്തിന് ശേഷമാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് എന്നുള്ള രീതിയിലേക്ക് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടീൻ്റെ അകത്തുള്ള കോലം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഏത് രീതിയിലായിട്ടുണ്ട് എന്നുള്ള കാര്യം. വണ്ടീൻ്റെ പുറമെല്ലാം കാണാൻ നല്ല നീറ്റും ക്ലീനെല്ലാം ആണെന്നുണ്ടെങ്കിലും വണ്ടീൻ്റെ അകവും ഒറ്റ കാഴ്ചയ്ക്കും ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ സീറ്റിലെല്ലാം കഴിയുന്ന സമയത്താണ് ശരിക്കും നല്ല രീതിയിൽ പൊടി പാറി വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ മട്ടന്നൂരുള്ള അതായത് ഈ കാർ വാഷ് ചെയ്യുന്ന ആളുകൾ നമുക്ക് അവർ വീട്ടിൽ വന്നിട്ട് ഇതിൻ്റെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് തരും. ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ക്ലീനിങ് ചെയ്തു തരും. ഡീപ്പ് ക്ലീനിങ്ങിനെ പറ്റിയിട്ട് അവരോട് പറഞ്ഞ സമയത്ത് അവർ വീട്ടിൽ വന്നു വണ്ടീൻ്റെ അവസ്ഥ അവർ എന്നോട് പറഞ്ഞു തന്നു. നല്ല രീതിയിൽ കച്ചറുണ്ടെന്നുള്ള അതിന് പറഞ്ഞു. അവർ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അവർ 2 പേരാണ് വന്നത്, ഏട്ടനും അനിയനുമാണ്. വന്ന് ഒരു ഉച്ചയ്ക്കൊരു 2-2:15 സമയത്ത് വന്നിട്ട് അവരൊരു 4 മണിക്കൂറോളം, 4-4.5 മണിക്കൂർ, വൈകുന്നേരം 6:30 എങ്ങനെയാണെന്ന് തോന്നുന്നു പണി കഴിഞ്ഞത്. അപ്പോൾ ഓരോ മുക്കും മൂലയും ഞാൻ അതിശയപ്പെട്ടു ഈ വണ്ടിയിൽ ഇത്രമാത്രം കച്ചറയുണ്ടോ എന്നുള്ള കാര്യം. കാരണം കാണുന്ന സമയത്ത് വണ്ടി നീറ്റാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇത്രമാത്രം കച്ചറയുണ്ടെന്നുള്ള കാര്യം അവർ വർക്ക് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൽ കുറേശ്ശെ കച്ചറ കയറുന്നത് നമ്മൾ കാണുന്നില്ല. കാരണം ദിവസം അല്ലെങ്കിൽ എന്തായാലും നമ്മൾ കാണുന്ന വണ്ടിയാണല്ലോ, നമ്മളത് കൂടുതൽ ശ്രദ്ധപ്പെടില്ല. അപ്പോൾ അവരതിൻ്റെ ഓരോ മുക്കും മൂലയും നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് എന്ത് ചെയ്തു, അവരുടെ അടുത്തുള്ള ലിക്വിഡും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു ബ്രഷുകളും നമ്മളെ കയ്യൊന്നും എത്താത്ത സ്ഥലങ്ങളിലുള്ള ഇതെല്ലാം എന്ത് ചെയ്തു, സ്റ്റിയറിങ്ങും അതുപോലെ പിന്നെ ഡ്രൈവർ ക്യാബിനും അതെല്ലാം ആയിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല രീതിയിൽ അവർ ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് സ്പെഷ്യലായിട്ട് ലിക്വിഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് അവർ ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് തൃപ്തിയാണ്. അങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം, അകം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നീട് പുറം നമ്മൾ സർവീസ് സെൻ്ററിലെല്ലാം പോയി ചെയ്യുന്ന പോലെ തന്നെ പുറത്തെല്ലാം അവർ നല്ല രീതിയിൽ ടയറെല്ലാം കഴുകി, അതോടൊപ്പം തന്നെ അതിൻ്റെ ഫോമെല്ലാം ഉപയോഗിച്ച് നല്ല രീതിയിൽ അതിൻ്റെ ബോഡി വാഷും നല്ല രീതിയിൽ തന്നെ ചെയ്തു. അത് ചെയ്യുന്ന സമയത്ത് തന്നെ വണ്ടി നല്ല ഒരു ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ ഒരു കണ്ടീഷനിലേക്ക് ആ സമയത്ത് തന്നെ എനിക്ക് ഏകദേശം നല്ല രീതിയിൽ തൃപ്തിയായി. പിന്നീട് എനിക്ക് അതിശയപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പുറത്ത് വാഷ് കഴിഞ്ഞതിന് ശേഷമാണ്, എല്ലാം പുറമെല്ലാം ഒന്ന് ഒതുക്കി കഴിഞ്ഞതിന് ശേഷമാണ്, അകലെല്ലാം ഒരുവിധം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് AC-ൻ്റെ ക്ലീനിങ്ങിലേക്ക് അവർ കയറിയത്. അപ്പോൾ AC-യിൽ അവർ സ്റ്റീം ചെയ്യുകയാണ് ചെയ്തത്. ഒരു പുക അടിച്ചതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ അതിശയപ്പെട്ടു അതിൻ്റെ അകത്തുനിന്ന് വരുന്നത്. അതായത് ഒരു സൈഡിൽ AC വെൻറ്റിൽ ഒരു സൈഡിൽ നല്ല വെള്ള കളറിലൊരു പുക അടിച്ചതിന് ശേഷം അതിൻ്റെ അപ്പർ സൈഡിൽ നിന്ന് വരുന്ന പുക കാണുന്ന സമയത്ത്, അതായത് നല്ല മഞ്ഞ കളറിൽ, അതായത് മണ്ണാണ് ചെളിയാണ് പൊടിയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്തു, നല്ല രീതിയിൽ സ്റ്റീം ചെയ്തിട്ട് AC വെൻറ്റിലുള്ള കംപ്ലീറ്റ് കച്ചറ അവർ നല്ല രീതിയിൽ എടുത്ത് വൃത്തിയാക്കി തന്നു. ഇപ്പം കണ്ടില്ലേ, പുറം വശം നല്ല രീതിയിൽ അവർ സാധാരണ സർവീസ് സെൻറ്ററിൽ നിന്ന് കഴുകുന്ന പോലെ തന്നെയാണ് നമുക്ക് കഴുകി തന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്,
AC വെൻറ്റ് പിന്നെ ക്ലീനിങ്ങിലേക്ക് പോയത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഇത്രമാത്രം കച്ചറെല്ലാം ഒരു വണ്ടിക്കകത്ത് ഉണ്ടാവുമോ എന്നുള്ള കാര്യം. അപ്പോൾ അതിനുശേഷം ഞാൻ തീരുമാനിച്ചൊരു കാര്യം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ തന്നെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന രീതിയിൽ വണ്ടി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഇത് വണ്ടി ഓടാൻ തുടങ്ങുന്ന സമയത്ത് വണ്ടിയിലുള്ള പൊടി ഇങ്ങനെ ഇളകി നമ്മുടെ ശരീരത്തിലേക്ക് അകത്തേക്ക് കയറുന്നുള്ള കാര്യം 100% ഉറപ്പാണല്ലോ. അപ്പോൾ എന്തായാലും അതെല്ലാം അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നതിന് ശേഷം അവർ എന്നോട് പ്രത്യേകം പറഞ്ഞതെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇതുപോലെ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 6 മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ എൻ്റെ വണ്ടി ഏകദേശം 1,00,000 കിലോമീറ്ററായി. അപ്പോൾ 1,00,000 കിലോമീറ്റർ എന്ന് മാത്രമല്ല 5 വർഷമായി. അപ്പോൾ അതിൽ ഈ രീതിയിലൊന്ന് AC ക്ലീനിങ്ങും അല്ലെങ്കിൽ ഇൻറ്റീരിയർ ക്ലീനിങ്ങും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അസുഖം വരാനുള്ള സാധ്യത വളരെ കുറയുന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഈ ജലദോഷം തുമ്മലെല്ലാം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു സുഖം ഉണ്ടാവില്ല, നമുക്ക് ഒരു മാനസികമായിട്ടൊരു എപ്പോഴും ഒരു ക്ഷീണം തന്നെ ആയിരിക്കും. അപ്പോൾ അത് ഈ ഒരു കാരണം കൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം വൈകിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്തിട്ട് ഇപ്പം ഏകദേശം 2 ആഴ്ചയ്ക്ക് ഞാൻ ഏകദേശം വണ്ടി ഓടിച്ചു. ഏകദേശം 1.5-2 ആഴ്ചയായി ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം 100% മാറി എന്ന് മാത്രമല്ല, വണ്ടി മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിതിൽ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോയിൽ തന്നെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് 100% ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 95% നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കിയ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ വണ്ടീൻ്റെ ഉൾവശമുണ്ട്. അപ്പോൾ എനിക്ക് ഇത് ഞാൻ എന്തായാലും ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് ആരോഗ്യം, വാഹനം ശരിക്കും അതിൻ്റെ ഇൻറ്റീരിയറിൽ ശ്രദ്ധിച്ചിട്ടില്ലാന്നെങ്കിലും ആരോഗ്യത്തിന് ദോഷം വരുന്നുള്ള കാര്യം എനിക്കിപ്പോൾ ഈ അടുത്ത കാലത്താണ് മനസ്സിലായത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എല്ലാം വണ്ടിക്കകത്ത് കയറുന്ന സമയത്ത് തുമ്മലോ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുമാതിരി വണ്ടി ഒന്ന് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്താൽ മതി. എൻ്റെ ഈ വണ്ടി 7 സീറ്ററാണ്, ടാറ്റ സഫാരി. ഇത് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യുന്നതിന് എനിക്ക് 4,000 രൂപയാണ് ചിലവായത്. പക്ഷേ നമുക്ക് അത് നല്ല മുതലാണ്. ഇപ്പോൾ കാണുന്നില്ല, വണ്ടീൻ്റെ ഉൾവശം കാണുന്നില്ല, ഒരു പുതിയ വണ്ടീൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ള അതേ ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ഇത് എന്തായാലും എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ, നമസ്കാരം.